നമസ്കാരം. അയത്തുള്ള അലി ഖമനേയുടെ കൊലപാതകത്തിന് ഉത്തരവാദികളായ 13 ലോക നേതാക്കളെ വധിക്കാനുള്ള ഹിറ്റ് ലിസ്റ്റ് ഇറാൻ മാധ്യമം പുറത്തുവിട്ടു. വധ ഭീഷണി കേട്ട് ട്രംപ് അന്തം വിട്ടിരിക്കുന്നു. അപ്പുറത്ത് US ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി മുച്ചൂടും തകർന്നുവെന്ന് ട്രംപ് പറയുന്ന ഇറാൻ US താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് തിരിച്ചടിക്കുന്നു. ഇറാൻ വ്യോമയുദ്ധത്തിന് കരുത്ത് പകരും വിധത്തിൽ US-നെ ആശങ്കയിലാക്കുന്ന ഒരു വിമാനം പരസ്യമായി എത്തിച്ചു നൽകി റഷ്യ ഞെട്ടിച്ചു. എന്തൊക്കെയാണ് ഇറാനിൽ നടക്കുന്നത്? സമാധാന ശ്രമങ്ങൾ ഇങ്ങനെ പോയാൽ എവിടെ എത്തും? എല്ലാം കുളമായ ആഹ്ലാദത്തിൽ നെതന്യാഹു പടക്കം പൊട്ടിക്കുന്നുണ്ടാകും. ഇറാനിൽ നടക്കുന്നത് എന്തൊക്കെയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ അടക്കം വാർത്തകളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശദമായി നോക്കാം. ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയ പദ്ധതികൾ തയ്യാറാക്കിയെന്ന് ഇസ്രായേലാണ് തങ്ങളുടെ രഹസ്യ വിവരം എന്ന് പറഞ്ഞ് ലോകത്തെ അറിയിച്ചത്. ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റിനെയും അറിയിച്ചു. ഇറാൻ അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പരിപാടി അവർ ചെയ്തത്. സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ദശലക്ഷക്കണക്കിന് ആളുകൾ ട്രംപിനും നെതന്യാഹുവിനുമെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും അവരെ അവസാനിപ്പിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന പ്ലക്കാർഡുകൾ ഉയർത്തുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ സന്ദേശം അമേരിക്കയിലെത്തി. അതിന് പിന്നാലെ നാറ്റോ ഉച്ചകോടി കഴിഞ്ഞ് ആശങ്കയിലായ ട്രംപിൻ്റെ യാത്രാ വിമാനം മാറ്റി സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടായിരുന്നു പ്രതിരോധിച്ചത്. അതേസമയം ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ നെതന്യാഹു ഉണ്ട് എന്ന് ഇസ്രായേൽ തന്നെ പറയുകയും ചെയ്യുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ട് ട്രംപ് സൂക്ഷിക്കണമെന്നും സംസ്കാര ചടങ്ങ് അവസാനിക്കാറായപ്പോൾ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. സംസ്കാര ചടങ്ങിന് ശേഷം സമാധാന കരാറിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ആലോചനയ്ക്കിടയിലായിരുന്നു ഈ നീക്കം എന്നത് രാഷ്ട്രീയ പ്രാധാന്യവും വർദ്ധിപ്പിക്കുന്നു. ഇസ്രായേൽ മുന്നറിയിപ്പ് കിട്ടിയതോടെ ഇറാന്റെ ഭീഷണിയും ഹിറ്റ് ലിസ്റ്റും സംബന്ധിച്ച് അപസർപ്പക കഥകളും ട്രംപിന്റെ രാഷ്ട്രീയ പ്രസ്താവനകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഭൗമരാഷ്ട്രീയം. എന്നാൽ അയത്തുള്ള അലി ഖമനേയുടെ മരണത്തിന് ഉത്തരവാദികളായവരോട് ഇറാനെ യുദ്ധത്തിൽ കുരുക്കിയവരോട് പ്രതികാരം ചെയ്യും എന്ന് ഇറാൻ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയുടെ പ്രസ്താവനയാണ് ഇസ്രായേലിനെ ആശങ്കയിലാക്കിയത്. ഇതോടെ നെതന്യാഹുവും കുഴപ്പത്തിലായി. അതോടൊപ്പം സംസ്കാര ചടങ്ങുകൾ അവസാനിക്കുന്നതോടെ സമാധാന ശ്രമങ്ങളിലേക്ക് കടക്കും എന്നറിയാവുന്ന ഇസ്രായേൽ അത് പൊളിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് രഹസ്യ വിവരം എന്ന മട്ടിൽ US-ന് ഇറാന്റെ വധഭീഷണി പങ്കുവച്ചത് എന്നാണ് ഒരു നിരീക്ഷണം. ഇസ്രായേലിന്റെ മുന്നറിയിപ്പിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ, അതോ ഇറാനെതിരെ ട്രംപിനെ പ്രകോപിപ്പിച്ച് ആക്രമണം തുടരാൻ വേണ്ടിയുള്ള നെതന്യാഹുവിന്റെ തന്ത്രമാണോ എന്നൊക്കെ US ഉദ്യോഗസ്ഥർക്ക് തന്നെ സംശയമുണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ സംശയം നിലനിൽക്കെ തന്നെ മുന്നറിയിപ്പ് കേട്ടതോടെ ട്രംപ് ആകെ അന്തം വിട്ട നടപടികളിലേക്ക് കടന്നു. ഇങ്ങോട്ട് വധിച്ചാൽ അങ്ങോട്ടും തീർക്കുമെന്നുള്ള മറുപടി നൽകി. എങ്ങനെ ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ കൊന്നിട്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയും കൂട്ടക്കുരുതി നടത്തിയിട്ട് ആ രാജ്യത്ത് പിന്നാലെ വന്ന പരമോന്നത നേതാവിനെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഇറാനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചിട്ട് ഒരു ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ട്രംപ് പേടിച്ചുറക്കമില്ലാത്ത അവസ്ഥയിലായി എന്നതാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പുറത്ത് നെതന്യാഹു വിമാനം മാറുന്നു, സുരക്ഷ കൂട്ടുന്നു, മറുഭീഷണി ഉയർത്തുന്നു. ആകപ്പാടെ നോക്കിയാൽ ഈ വധ ഭീഷണി എന്ന ഇസ്രായേൽ മുന്നറിയിപ്പ് ട്രംപിനെ പ്രകോപിപ്പിച്ചു എന്ന് വ്യക്തം. ഉടൻ 1000 മിസൈലുകൾ തങ്ങളുടെ കയ്യിൽ തയ്യാറാണ് എന്നും ഇറാനെ തകർക്കും എന്നും തനിക്ക് നേരെ വധശ്രമം ഉണ്ടായാൽ എല്ലാ ഇറാന്റെ ഭാഗവും തകർത്ത് തരിപടമാക്കാൻ സൈന്യത്തിന് ഉത്തരവ് കൊടുത്തിട്ടുണ്ട് എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റും ചെയ്തു. എന്നാൽ വധഭീഷണിക്ക് പിന്നിൽ ഖമനേയുടെ സംസ്കാര ചടങ്ങിലെ US ഇസ്രായേൽ വിരുദ്ധ ജനവികാരത്തെ മറികടക്കാനുള്ള ഭരണകൂടത്തിന്റെ നീക്കമാണ് ഇറാൻ നടത്തിയത് എന്നും റിപ്പോർട്ടുകളുണ്ട്. ജനവികാരത്തെ മറികടക്കാൻ സ്വീകരിച്ച മാർഗമായാണ് ഇതിനെ കാണുന്നത്. അയത്തുള്ള അലി ഖമനേയുടെ കൊലപാതകത്തിന് പ്രതികാരമായി ലക്ഷ്യമിടേണ്ടവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ച് ഇറാൻ മാധ്യമം ഹംഷഹരി എന്ന ഇറാൻ പത്രം രംഗത്തെത്തി. അവരുടെ സോഷ്യൽ മീഡിയ ഇന്റർനെറ്റ് എഡിഷനിലാണ് ഈ ഹിറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശദമായ റിപ്പോർട്ടുകൾ നൽകി. എന്നാൽ അവരുടെ പത്രത്തിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നും വാർത്തയിൽ പറയുന്നു. പ്രതികാരം വീട്ടുമെന്ന മൊജ്തബ ഖമനേയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് 13 നേതാക്കളുടെ പേരുകളും ചിത്രങ്ങളുമായി ഓൺലൈൻ എഡിഷനിൽ പട്ടിക പത്രം പുറത്തുവിട്ടത്. ട്രംപ്, നെതന്യാഹു, മാർക്കോ റൂബിയോ, പീറ്റ് ഹെക്സൈത്ത്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോനിയ, ജർമ്മൻ ചാൻസലർ മെഴ്സ് എന്നിവരടങ്ങുന്നതാണ് 13 പേരുടെ പട്ടിക. സംഭവം എന്തായാലും പട്ടിക കൂടി പത്രം പുറത്തുവിട്ടതോടെ ട്രംപ് വിട്ട് മറുഭീഷണി കനപ്പിച്ചു. ഇറാനിലെ അധികാര വടംവലിയാണ് ഭീഷണികൾക്ക് പിന്നിലെന്ന് US അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് സമാധാന ചർച്ചകളെ അനുകൂലിക്കുന്ന പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാൻ, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ്, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി എന്നിവരടങ്ങുന്ന മിതവാദികൾ. അവരാണ് സമാധാന ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കുന്നത്. അതേസമയം അപ്പുറത്ത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിനെ പിന്തുണക്കുന്ന തീവ്ര നിലപാടുകാർ. ഇവർക്കിടയിലുള്ള സംഘർഷത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നാണ് US
പത്രങ്ങൾ പറയുന്നത്. മാത്രമല്ല സമാധാന ചർച്ചകൾക്ക് IRGC തടസ്സം നിൽക്കുകയാണ് എന്നും അവർ അവകാശപ്പെടുന്നു. എന്നാൽ അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങോടെ രാജ്യത്ത് ഐക്യം രൂപപ്പെട്ടിട്ടുണ്ട് ഇറാനിൽ. പക്ഷേ അതിന് പിന്നാലെ ഹോർമൂസിനെ മുൻനിർത്തി ആക്രമണവും പ്രത്യാക്രമണവും ഇറാൻ അമേരിക്ക സൈന്യങ്ങൾ തമ്മിൽ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ഇറാൻ GCC രാജ്യങ്ങളിലെയും ജോർദാനിലെയും US താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളിലെ US താവളങ്ങളെയാണ് ലക്ഷ്യം വെച്ചത്. എന്നാൽ ജോർദാനിലും അവിടുത്തെ തുറമുഖത്തെയും ലക്ഷ്യം വെച്ച് ആക്രമിച്ചു എന്നും തരിപ്പണമാക്കിയെന്നും ഇറാൻ സൈന്യവും അവകാശപ്പെട്ടിട്ടുണ്ട്. അതിനൊപ്പം പരസ്യമായി അവർ അവകാശപ്പെട്ടിട്ടുണ്ട്. ഇറാൻ യുദ്ധത്തിലെ സമാധാന ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഇസ്രായേൽ സംയുക്ത സഖ്യത്തിൽ വിള്ളൽ വീണു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കാനുള്ള നീക്കം ഇസ്രായേൽ നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇസ്രായേൽ ലബനനിൽ തുടർച്ചയായ ആക്രമണം നടത്തിക്കൊണ്ടാണ് ആദ്യം സമാധാന ശ്രമത്തെ തടഞ്ഞത്. എന്നാൽ അത് തുടർച്ചയായി ചെയ്യുമ്പോഴും ഇറാൻ വഴങ്ങി. പിന്നീട് പ്രാഥമിക കരാർ ഒപ്പുവെച്ചു. ഇസ്രായേലിന്റെ ലബനനിൽ ആക്രമണം വെടിനിർത്തലിനെ ബാധിക്കുമെന്ന് ട്രംപ് തന്നെ പരസ്യമായി പറയുകയും ചെയ്തു. നെതന്യാഹുവിനെ ശാസിച്ചതും വാർത്തയായി. തങ്ങൾ മാത്രമേ ഇസ്രായേലിനൊപ്പമുള്ളൂ, അനുസരിക്കുന്നതാണ് നല്ലത് എന്ന മട്ടിൽ ഒരു പ്രസ്താവനയും നടത്തി. എന്നാൽ ഇന്ത്യയെ ചാരിക്കൊണ്ട് 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയെപ്പോലുള്ളവർ ഞങ്ങൾക്കൊപ്പമുണ്ട് എന്ന് നെതന്യാഹു തിരിച്ചടിച്ചു. നരേന്ദ്രമോദിയുമായിട്ടുള്ള സൗഹൃദത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തയ്യാറാണെന്നും US-ന്റെ അനുമതി ലഭിക്കാൻ വെയിറ്റിംഗിലാണ് എന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞു. അമേരിക്കയുടെ സമാധാന ശ്രമങ്ങൾക്ക് ഇസ്രായേൽ വഴങ്ങാൻ ഇടയില്ല. എന്നാൽ ഇറാന്റെ നിലവിലെ കരുത്തിനെക്കുറിച്ചുള്ള അവ്യക്തതയും US ഇസ്രായേൽ സൈന്യത്തെ വലയ്ക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ യുദ്ധത്തിൽ ആയുധ ശേഷിയിൽ ക്ഷീണത്തിലായ ഇറാൻ വെടിനിർത്തൽ കാലത്ത് പൂർവാധികം ശക്തിപ്പെട്ടു എന്നാണ് US ഇസ്രായേൽ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ. റഷ്യയുടെ ശക്തമായ സഹായം അവർക്ക് ലഭിച്ചു. ചൈനയും പിന്നിലുണ്ട്. നഷ്ടമായ ആയുധശേഷി അവർ ഇക്കാലത്ത് തിരിച്ചുപിടിച്ചു. US നടത്തിയ ആക്രമണത്തിന് ഇപ്പോൾ ഇറാൻ നടത്തിയ കടുത്ത പ്രത്യാക്രമണം അതിൻ്റെ വ്യക്തമായ സൂചനയാണ്. അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ അതിശക്തമായ ആയുധശേഷി കൈവരിച്ചുവെന്നും എല്ലാം നശിപ്പിച്ചു എന്ന ട്രംപിന്റെ വാക്കുകൾ വെറും വാക്കുകളാണ് എന്നും വ്യക്തമാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇറാൻ കഴിഞ്ഞ ദിവസം നടത്തിയ GCC രാജ്യങ്ങളിലും ജോർദാനിലുമൊക്കെ നടത്തിയെന്ന് അവർ അവകാശപ്പെടുന്ന അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണം. അത്യാധുനിക ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപഗ്രഹ വിവരങ്ങളും യുദ്ധമേഖലയിൽ ഡ്രോൺ സാന്നിധ്യവും റഡാർ സാങ്കേതിക വിദ്യകളും പരിശീലനങ്ങളും അടക്കം റഷ്യ ഇറാന് നൽകുന്നുണ്ടത്രേ. ഏറ്റവും അവസാനം റഷ്യ തങ്ങളുടെ അത്യാധുനികമായ ഡൂംസ് ഡേ വിമാനം ഇറാനിലേക്ക് അയച്ചു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. റഷ്യൻ സർക്കാരിൻ്റെ പറക്കുന്ന കമാൻഡർ പോസ്റ്റായി അറിയപ്പെടുന്ന വിമാനമാണ് ടെഹ്റാനിലെത്തിയത്. റഷ്യയുടെ അതീവ സുരക്ഷിതമായ വാർത്താവിനിമയ സംവിധാനങ്ങളും കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളും സജ്ജീകരിച്ച വിമാനം ഇതുവരെ പരോക്ഷമായ സഹായങ്ങൾ നൽകുന്നു എന്ന ആരോപണമാണ് റഷ്യക്ക് നേരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പരസ്യമായി ഇറാന് സഹായം നൽകുകയും ചെയ്തിരിക്കുകയാണ്. പുതിയ സാഹചര്യത്തിൽ പ്രത്യക്ഷത്തിൽ നേരിട്ട് യുദ്ധത്തിൽ ഉപയോഗിക്കാവുന്ന വിമാനം ഇറാനിലേക്ക് അയച്ചത് വലിയ രാഷ്ട്രീയ ചർച്ചയായി. US ഇസ്രായേൽ സൈനിക നേതൃത്വത്തെ ഇത് ആശങ്കയിലാക്കിയിട്ടുമുണ്ട്. ഹോർമൂസിനെ കേന്ദ്രീകരിച്ച് US അടുത്ത പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോഴാണ് റഷ്യയുടെ ഇറാൻ സഹായം. ഇറാനെ സംബന്ധിച്ച് അവരുടെ വ്യോമ പ്രതിരോധ കാര്യങ്ങളിൽ വമ്പൻ സഹായമായിട്ട് മാറുകയാണ് ഈ വിമാനം നൽകിയത്. മാത്രമല്ല US സൈന്യത്തെ സംബന്ധിച്ച് ഇറാൻ ആക്രമണം ദുഷ്കരമാക്കുകയും ചെയ്യും. വിമാനത്തിൻ്റെ യാത്രയും അത് സംബന്ധിച്ച അവരുടെ ഇറാന് നൽകിയ സഹായത്തിൻ്റെ വിവരങ്ങളും ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും വിമാനം ട്രാക്ക് ചെയ്യുകയും അത് സംബന്ധിച്ച വാർത്താ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്തതോടെയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നത്. രഹസ്യ കപ്പലുകൾ വഴിയും കരമാർഗവും ചൈന ഇറാനിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങുന്നതായും പകരമായി സാങ്കേതിക സഹായം നൽകുന്നതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇറാൻ സൈന്യത്തിന് മിസൈൽ ഡ്രോൺ നിർമ്മാണത്തിനുള്ള സാങ്കേതികവിദ്യയും സാമഗ്രികളും നൽകുന്നതും ചൈനയാണ് എന്നാണ് US രഹസ്യാന്വേഷണ റിപ്പോർട്ട്. അതിനിടെ IRGC ഹോർമൂസ് അടക്കുകയും പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തതോടെ പുതിയ പ്രഖ്യാപനം ഭീഷണി ട്രംപ് മുഴക്കിയിട്ടുണ്ട്. ഹോർമൂസിന്റെ നിയന്ത്രണം US ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് സംരക്ഷണം നൽകുന്ന കാവൽ മാലാഖിയായി അമേരിക്ക മാറും. ഇതിനായി മറ്റു രാജ്യങ്ങൾ പ്രതിഫലം നൽകണമെന്നും ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു. ഞങ്ങൾ കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. മിക്കവാറും അത് ഞങ്ങൾ തന്നെ പ്രവർത്തിപ്പിക്കും. ഞങ്ങൾ അവിടുത്തെ കാവൽക്കാരായി മാറും. ഹോർമൂസിന്റെ കാവൽ മാലാഖ എന്ന് വേണമെങ്കിൽ ഞങ്ങൾ വിളിക്കാം. ഈ സംരക്ഷണത്തിന് പ്രതിഫലം ലഭിക്കണമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ഞങ്ങളുടെ അനുവാദമില്ലാതെ ഹോർമൂസിലൂടെ കടന്നുപോകാൻ US ശ്രമിച്ചാൽ ശക്തമായി നേരിടുമെന്ന ഭീഷണി ഇറാൻ സൈന്യവും തിരിച്ചു മുഴക്കി. അമേരിക്കയുമായി സഹകരിക്കുന്ന പ്രാദേശിക രാജ്യങ്ങളുടെ നീക്കം ഇറാനെതിരായ യുദ്ധമായി കണക്കാക്കും. അതിൻ്റെ പ്രത്യാഘാതം മേഖലയിൽ ഉണ്ടാകും. ഇറാൻ സൈന്യം വിശദീകരിച്ച നിലപാടുമായി തിരിച്ച് ട്രംപിൻ്റെ
ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകി. ഹോർമുസിനെ കേന്ദ്രീകരിച്ച് വീണ്ടും ഇറാൻ യുദ്ധം മുറുകുമ്പോൾ സമാധാന ചർച്ചകൾ വെറുതെയാകുകയാണ് എന്ന് ആശങ്ക പരക്കുന്നു. പാകിസ്ഥാനും ഖത്തറും ചർച്ചകൾക്കായി ഊർജ്ജസ്വലമായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വെടിനിർത്തൽ ലംഘിക്കപ്പെടുകയും വീണ്ടും ആക്രമണം തുടങ്ങുകയും ചെയ്തതോടെ വീണ്ടും തിരിച്ചുപോക്ക് എത്രത്തോളം എളുപ്പമാണ് എന്നാണ് ചോദ്യം. നിലവിലെ സാഹചര്യം സമാധാന ശ്രമങ്ങൾക്ക് മീതെ സങ്കീർണമായ പ്രശ്നങ്ങൾ രൂപപ്പെടുത്തി. ഇറാനെ പൂർണ്ണമായി തകർക്കും വരെ സമാധാന ശ്രമങ്ങൾ വേണ്ടെന്ന ഇസ്രായേലിന്റെ നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുമോ? ട്രംപിന്റെ നീക്കം പൊളിക്കാൻ അവർ നടത്തിയ ശ്രമം വിജയിക്കുകയാണോ? ഇതാണ് ഉയരുന്ന ആശങ്ക. ഹോർമുസിലെ ഇറാന്റെ ഇടപെടലിനെ ചൊല്ലി തുടങ്ങിയ ആക്രമണം പ്രത്യാക്രമണത്തിലേക്കും യുദ്ധ സാഹചര്യത്തിലേക്കും വീണ്ടും എത്തിച്ചു കഴിഞ്ഞു. ഇതിനെ മറികടക്കുക എന്നതാണ് അടുത്ത വെല്ലുവിളി. എന്നാൽ ഇറാൻ കടുത്ത തിരിച്ചടി കൊടുക്കാനുള്ള കെൽപ്പ് തെളിയിച്ചതോടെ വീണ്ടും പഴയതുപോലെ അനിശ്ചിതമായ യുദ്ധ സാഹചര്യത്തിലേക്ക് കടക്കാൻ ട്രംപ് ധൈര്യപ്പെടുമോ എന്ന മറുചോദ്യവുമുണ്ട്. കാത്തിരുന്ന് കാണാം. സമാധാനം ഉടൻ വരും എന്ന് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.